ഇന്ന് കേരളം ഏറ്റവും ചർച്ച ചെയ്ത മറ്റൊരു വിഷയം എന്ന് പറയുന്നത് NDTVയുടെ ഒരു സർവേ ഫലമാണ്. ആരാകും ഇനി 5 വർഷം കേരളം ഭരിക്കുക? ഓരോ മുന്നണിയും എത്ര സീറ്റുകൾ പിടിക്കും? ആരാകും മുഖ്യമന്ത്രി? ആരെല്ലാം വാഴും, ആരെല്ലാം വീഴും? ഇനി ഈ ചോദ്യങ്ങളുടെ സർവേകളുടെ വരവാണ്. അതെ, പതുക്കെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മുടെ നാട് ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. VD സതീശനാകും മുഖ്യമന്ത്രി എന്ന ഉത്തരവുമായി ഇന്നിതാ NDTV ഒരു സർവേ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ്. അത് കേട്ട് ഇടതിൽ ആർക്കും ഹാലിളകിയില്ല എങ്കിലും വലത്തെ ക്യാമ്പിൽ അതൊരു ചെറിയ കുലുക്കം തീർക്കും എന്നുള്ളത് സത്യമാണ്. രമേശ് ചെന്നിത്തലയുടെയൊക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വലതിലൊരു വടംവലി നടക്കുന്നുണ്ട് എന്ന റൂമറുകൾക്കിടയിൽ വല്ലാത്തൊരു ചോദ്യവും ഉത്തരവുമാണ് ഇത്. ശരിക്കും VDക്കാണോ മുൻതൂക്കം എന്നുള്ളത്? അപ്പോൾ നിഖിൽ ഇത് ചോദിച്ചിരിക്കുന്നത് കണ്ണൂരുകാരോടാണ്. അവരുടെ പ്രതികരണം കേൾക്കാം. NDTVയുടെ സർവേ ഫലം പറയുന്നു, മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനേക്കാൾ ജനപിന്തുണയുണ്ട് VD സതീശനെന്ന്. പിണറായി വിജയന്റെ സ്വന്തം നാടായ കണ്ണൂരിൽ ജനങ്ങൾക്ക് എന്താണ് ഇതിനോടുള്ള അഭിപ്രായം? ചോദിച്ചു വരാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യം UDF ഭരിക്കുന്ന VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നാണ് ജനങ്ങൾ ഒന്നുടങ്കം പറയുന്നത്. അതിന് ഏറ്റവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല അദ്ദേഹം ഇവിടെ പിണറായി സാണ് വരുന്നത്. കുറച്ച് ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 5 വർഷം വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ ഒരു 6 വർഷത്തിന് ശേഷം കുറച്ച് ജനങ്ങളുടെ പിന്തുണ കുറച്ച് മോശമാണ്. ഒരു ഏകാധിപത്യ പ്രവണത, സ്റ്റാലിൻ സ്റ്റൈൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. എനിക്കിപ്പോൾ രണ്ടാളും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ VD സതീശ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയൊന്നുമില്ല. ഇന്നത്തെ ഭരണ കാഴ്ചപ്പാടും ഇവിടുത്തെ വികസനം കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പിണറായിക്ക് ഞാൻ സാധ്യത. ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ടുണ്ടായ ആ ഒരു ഉദാഹരണം തന്നെ പോരെ. ഇന്ന് അക്രമം ജാസ്തിയാകാൻ വേണ്ടിയിട്ടില്ല അയാൾ ഇന്ന് ഈ കൂലിയൊക്കെ വരച്ചു കൊടുത്ത്. അപ്പോൾ അത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. എന്തിനാലും ഒരു ഭരണമാറ്റം ആവശ്യമാണ്. ഇപ്പോൾ VD സതീശൻ വന്നിട്ട് എന്താക്കാനാണ്? ഇപ്പോൾ ഉള്ള ആനുകൂല്യം ഇല്ലാണ്ടാക്കാനാ? ഇപ്പം നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നല്ല ആനുകൂല്യങ്ങളാണ്. ഇല്ലാണ്ടാക്കാനാ വരണവൻ. സംസാര ശൈലി, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതി, സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഭരണ നേട്ടങ്ങൾ, സർക്കാരിനെതിരായ വിമർശനങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ജനങ്ങൾക്ക് പിണറായി വിജയനെയും VD സതീശനെയും അനുകൂലിക്കാനും എതിർക്കാനും. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.